വീട്ടുകളിൽ പച്ചക്കറി കഷ്ണങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. അതാണ് ഈ ഉള്ളി സാമ്പാർ. അത് നല്ല സിമ്പിൾ ആയിട്ട് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ചില സ്ഥലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ എനിക്ക് കമന്റിലൂടെ പറഞ്ഞു തരണം. ഇനി അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. മക്കളെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3/4 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ പരിപ്പ് തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇതിനൊന്ന് നന്നായിട്ട് കഴുകി കൊണ്ടുവരാം. ഇതാ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പരിപ്പ് വേകാൻ വേണ്ടിയിട്ട് ഒരു 4 കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 2, 3, 4. ഇനി നമുക്കിതിൽ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മക്കളെ, ഇത് 5 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ആദ്യം 1 വിസിൽ വരുന്നവരെ നല്ല തീ വെക്കണം. ബാക്കിയുള്ള 4 വിസിൽ വരാന് മീഡിയം തീ വെച്ചിട്ട് വേണം വേവിക്കാൻ. മക്കളെ, ഇപ്പൊ നമ്മളെ കുക്കറിൽ പരിപ്പ് വെച്ചിട്ട് 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഇറക്കി വെക്കാം. കുക്കറിനെ നമുക്ക് ഇളക്കാതെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം. ഇനി ഞാൻ ഒരു പാത്രത്തിൽ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഇടുകയാണ്. അതിന് ഇനി നമുക്കൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഇനി കിടന്ന് കുതിരട്ട് ഒന്ന് പൊടിച്ചിട്ടിടാം. അപ്പൊ വേഗം കുതിരും. ഇനി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാല് നമുക്കതിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കിലോ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പൊ നമ്മളെ ഉള്ളിനായിട്ട് ഇളക്കി ഇപ്പൊ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം. മക്കളെ, നമ്മൾ തക്കാളി ഇട്ടിട്ട് ഇതാ ഒരു 3 മിനിറ്റ് വാട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മസാല ഇട്ട് കൊടുക്കാൻ. ഞാനിതിൽ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം ഈ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് തന്നെ വെക്കണം കേട്ടോ മക്കളെ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവുകയെ. മക്കളെ, ഇപ്പൊ നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിയുടെ ചണ്ടിയൊക്കെ മാറ്റിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാതും പാടെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സാക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. മക്കളെ, ഇപ്പൊ നമ്മൾ പുളി ഒഴിച്ച് തിളച്ച് പുളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കായമും ഉപ്പും യോജിപ്പിച്ചെടുക്കാം. കട്ട കായം ഉണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലതാണ് കേട്ടോ. ഇതിന്റെ പകുതി ഇട്ടാൽ മതിയേ. ഇപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കായമും മസാലയും ഒക്കെ പാടെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമും പരിപ്പും ഒക്കെ പാടെ ഒന്നിച്ചിട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് എല്ലാതും പാടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് തീ വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കറി ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. ഞാനിതിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി നമുക്കിത് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. മക്കളെ, നമ്മുടെ സാമ്പാറിന്റെ 1/4 പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുകും ഉലുവയും പൊട്ടി വന്നാൽ 2 ഉണക്കമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി മുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പൊ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് വരെ മൂടി വെക്കാം. മക്കളെ, അങ്ങനെ നമ്മളെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് കമന്റിലൂടെ പറഞ്ഞു തരണേ. മക്കളെ, നമ്മുടെ ഉള്ളി സാമ്പാർ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.